മാടായി ഉപജില്ല കേരള സ്കൂൾ കലോത്സവം 4ാം ദിനത്തിലേക്ക് വന്നെത്തി നിൽക്കുകയാണ്. വൈകുന്നേരമായി കഴിഞ്ഞു. മത്സരങ്ങളൊക്കെയും ഏകദേശം കഴിഞ്ഞു വരാറായി. ഇനിയും മത്സരങ്ങളുണ്ട്. ആ തോതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ 3 ദിവസങ്ങളിൽ ഇന്നലെയായിരുന്നു ഗ്രൂപ്പ് ഐറ്റംസിൽ ഒപ്പനയൊക്കെയും നടന്നുകൊണ്ടിരുന്നത്. ഇവിടെ വേദി കവിഞ്ഞൊഴുകുകയായിരുന്നു ഒപ്പനയുടെയൊക്കെ സമയങ്ങളിൽ എന്ന് പറയുമ്പോൾ, ഇന്നത്തേക്ക് വരുമ്പോൾ ഇന്ന് വ്യക്തിഗത ഐറ്റങ്ങളാണ് കൂടുതലും നടന്നിട്ടുള്ളത്. കുച്ചിപ്പുടി, ഭരതനാട്യം, അതുപോലെ തന്നെ മോണോ ആക്ട്, അത്തരത്തിലുള്ള മത്സരങ്ങളാണ് ഇന്ന് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേദികളിൽ അത്ര ജനക്കൂട്ടമില്ല, ജനകീയമായിട്ടില്ല ഇന്നത്തെ വേദി എന്ന് നമുക്ക് മൊത്തത്തിൽ നോക്കിക്കാണുമ്പോൾ പറയാൻ വേണ്ടി സാധിക്കും. എങ്കിൽ പോലും സംഘാടക രീതിയിലാണെങ്കിലും കലോത്സവ നടത്തിപ്പിൻ്റെ രീതിയിലാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഈ 7-8 വർഷത്തിന് ശേഷം മാടായിൽ ഇങ്ങനൊരു കലോത്സവം നടക്കുമ്പോൾ അതിൻ്റെ മാറ്റ് കുറയാതെ നല്ല രീതിയിൽ തന്നെ ഇവിടെ ഈ സംഘാടക മികവ് ഇവിടെ നടന്നിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ കമ്മിറ്റികളും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ആ ഒരു സംഘാടക സമിതി എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു കലോത്സവ വേദിയിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. വിലയിരുത്തൽ നമ്മൾ കുറേ നേരത്തെ ഇതിൻ്റെ പ്ലാനിങ് നടത്തിയത് കൊണ്ട് തന്നെ തുടക്കം മുതൽ ഇതുവരെ മറ്റ് പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ഈ പരിപാടി നമുക്ക് നടത്തിക്കൊണ്ടു പോകാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് കാണുന്നത്. കാരണം ഇതിൻ്റെ സംഘാടക മികവ് കൃത്യമായി കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഏറ്റവും അവസാനം നമുക്ക് പറയാവുന്നത് ഭക്ഷണ കാര്യമാണ്. ഭക്ഷണം എന്നുള്ളത് ഏത് പരിപാടിയുടെയും പ്രാധാന്യം ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുക എന്നാണ്. ഭക്ഷണം മോശമായാൽ പരിപാടി മോശമായി എന്നുള്ളതാണ് ജനങ്ങളുടെയൊക്കെ ഒരു പൊതുവെയുള്ള സംസാരം. പക്ഷേ അത് പൂർണ്ണമായും അങ്ങനെ ഒരു വിഷയത്തിലും ഒരു ചെറിയ അപസ്വരം പോലും ഇല്ലാത്ത രീതിയിലുള്ള ഭക്ഷണത്തിൻ്റെ ഒരു ക്രമീകരണം, അതുപോലെ അതിനെ വിളമ്പുന്നതായാലും അതിൻ്റെ മറ്റ് കാര്യങ്ങളിലായാലും കൃത്യമായി ഒരു ഇടതടവില്ലാതെ ഭക്ഷണം കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. നല്ലൊരു ടീം, ഇതിനകത്ത് ഒരു ടാലൻ്റായ ആളുകൾ, ഈ പറയുന്ന അക്കൗണ്ടിങ് സിസ്റ്റത്തിനകത്ത് എല്ലാം കൊണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു ടീം തന്നെ നമുക്ക് കിട്ടിയത് ഈ സാമ്പത്തിക കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ കലോത്സവം ഇത്ര മനോഹരമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം എല്ലാ ഇതും നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത രീതിയിൽ ഭക്ഷണശാലകൾ നിറഞ്ഞു കവിയുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് നിത്യേന. അതുമാത്രമല്ല, നമ്മുടെ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തകർ, കുടുംബശ്രീയുടെ പ്രവർത്തകർ, സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകർ, യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ, എല്ലാം കൊണ്ടും ഒരു ജനകീയ ഉത്സവമാക്കി ഈ കലാമേളയെ മാറ്റിയെടുക്കുവാൻ മാടായിലുള്ള ആളുകൾക്ക് സാധിച്ചു എന്ന് പറയുന്നത് ഏറെ സന്തോഷമാണ്. നാളെയാണ് നമ്മുടെ ഏത് സ്കൂളാണ് കപ്പ് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് നാളെയാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഇപ്പോൾ നിലവിലെ പോയിന്റ് നില നോക്കുകയാണെങ്കിൽ ഏത് രീതിയിലാണ് നമുക്ക് ഇപ്പോഴത്തെ പോയിന്റ് നില എന്ന് പരിശോധിക്കാം. LP വിഭാഗം മത്സരത്തിൽ 3 സ്ഥാനം പങ്കിട്ടുകൊണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എല്ലാ സ്കൂളുകളും തമ്മിൽ നടക്കുന്നത്. 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് സെൻറ് മേരീസ് LPS വിളയാങ്കോടാണ്. ചെറിയ പോയിന്റിൻ്റെ വ്യത്യാസത്തിൽ തന്നെ വെങ്ങര ഹിന്ദു LP സ്കൂളും തൊട്ട് പിന്നാലെയുണ്ട്. 3ാം സ്ഥാനത്ത് GLPS ചെറുകുന്ന് സൗത്താണ്. ഈ രീതിയിലാണ് 3 സ്ഥാനങ്ങൾ ഇവർ കൈവരിച്ചിട്ടിരിക്കുന്നത്. UP ജനറലിലേക്ക് വരുമ്പോൾ UP ജനറൽ GGVHSS ചെറുകുന്നാണ് മുന്നിട്ട് നിൽക്കുന്നത്, 1ാം സ്ഥാനം കൈവരിച്ചിരിക്കുന്നത്. തൊട്ട് പിന്നാലെ തന്നെ 1 മാർക്കിൻ്റെ വ്യത്യാസത്തിൽ എടക്കാപ്പുറം UP സ്കൂളും തൊട്ട് പിന്നാലെ തന്നെയുണ്ട്. 3ാം സ്ഥാനത്ത് NM UPS സ്കൂൾ മാട്ടൂലാണ് 3ാം സ്ഥാനം കൈവരിച്ചിരിക്കുന്നത്. വലിയ പോയിന്റ് നില വ്യത്യാസമൊന്നുമില്ല, 1-2 മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് ഈ 3 സ്ഥാനങ്ങൾ അവർ കൈവരിച്ചിട്ടുള്ളത്. HS ജനറലിലേക്ക് വരുമ്പോൾ GHSS കുഞ്ഞിമംഗലമാണ് മുന്നിട്ട് നിൽക്കുന്നത്. അത്യാവശ്യം പോയിന്റിൻ്റെ വ്യത്യാസത്തിൽ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. എങ്കിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാവാൻ നല്ല സാധ്യതയുണ്ട് നാളത്തോടു കൂടി എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 2ാം സ്ഥാനം കൈവരിച്ചിരിക്കുന്നത് ജമാഅത്ത് HS പുതിയങ്ങാടിയാണ്. 2ാം സ്ഥാനം ഏകദേശം ചെറിയൊരു മാറ്റത്തിൻ്റെ വ്യത്യാസത്തിൽ 2ാം സ്ഥാനം ജമാഅത്ത് HS പുതിയങ്ങാടി കൈവരിച്ചിട്ടുണ്ട്. GGHSS മാടായിയാണ് 3ാം സ്ഥാനം കൈവരിച്ചിട്ടുള്ളത് HSS ജനറൽ വിഭാഗത്തിൽ. ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് വരുമ്പോൾ GBHSS ചെറുകുന്നാണ് മുന്നിട്ട് നിൽക്കുന്നത്. വലിയ മാർക്കിൻ്റെ വ്യത്യാസത്തിലൊന്നും അല്ലെങ്കിൽ പോലും അത്യാവശ്യം മാർക്കിൻ്റെ വ്യത്യാസത്തിൽ GBHSS ചെറുകുന്ന് 1ാം സ്ഥാനം കൈവരിച്ചിട്ടുണ്ട്. GHSS കുഞ്ഞിമംഗലമാണ് 2ാം സ്ഥാനത്ത് ഇപ്പോൾ നിലവിലുള്ളത്. അതിലും വലിയ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയെ നമുക്ക് നാളത്തേക്ക് കാണാവുന്നതാണ്. GBVHSS മാടായിയാണ് 3ാം സ്ഥാനം കൈവരിച്ചിരിക്കുന്നത്. ഈ രീതിയിലാണ് LP UP HS HSS എന്ന വിഭാഗത്തിൽ പോയിന്റ് നില കൈവരിച്ചിരിക്കുന്നത്. ഈ സ്കൂളുകളാണ് 1, 2, 3 സ്ഥാനങ്ങൾ കൈവരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പൂർണ്ണമായ രൂപം കിട്ടണമെങ്കിൽ നാളെ നമ്മുടെ ഈ കലോത്സവ നഗരിയിലെ മത്സരങ്ങളൊക്കെയും തീരുമ്പോഴാണ്, നാളെ ഏകദേശം ഉച്ചയോടെ
നമുക്കിതിലൊക്കെ ഒരു തീരുമാനമാകും, ഏത് സ്കൂൾ കപ്പ് കൊണ്ടുപോകും എന്നുള്ളതിലൊരു തീരുമാനമാകും. നാളെ ഈ കലോത്സവത്തിന് തിരശ്ശീല വീഴുക കൂടി ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു പോയിന്റ് നിലയിൽ കൂടിയാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. രാത്രിയോടെ ആകുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകും, എങ്കിലും നമുക്കൊരു പൂർണ്ണരൂപം നാളെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കലോത്സവ നഗരിയിൽ നിന്നും നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ നികേഷ് താവത്തിനൊപ്പം ചാന്ദിനി.